എന്താ ഒരു ടേസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ഉണക്കമീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഉണക്കമീൻ നമ്മൾ മത്തിയാണ് ഒന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ അതേ ഉണക്കമീൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് നേരാക്കി എടുക്കാം. പിന്നെ നമുക്ക് കറിക്കായിട്ട് വേണ്ട ആവശ്യ സാധനങ്ങൾ: ഒരു സബോള, ഒരു മീഡിയം സൈസ് സബോള, അതുപോലെ വലിപ്പമുള്ള ഒരു തക്കാളി, 3 പച്ചമുളക്, 2-4 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം. ഇത്രയാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഐറ്റംസ്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പുളി വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ചെറിയ നീളത്തിലുള്ള പീസാക്കിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി മുറിച്ചു, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടും, പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട്, സബോള അതുപോലെ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചെടുത്ത് നമുക്ക് അതിൽ ആദ്യം കുറച്ച് ഉള്ളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോള ഉള്ളി ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. അതിനൊരു കുറച്ചായിട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് റെഡ് കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇത് കളറ് മാറി വരുന്നുണ്ട്. ഒന്നും കൂടി ഒരു ചുവന്ന കളറായിക്കോട്ടെ. അത് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ സബോള ഇട്ട് അതൊന്ന് നന്നായി മൂട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് നോക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് അതിലേക്ക് സബോള കൊടുക്കാം. നമ്മൾ സബോള ഇട്ടതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സബോള പെട്ടെന്ന് ചുവപ്പ് കളറായി കൊടുക്കാം. വേഗം വഴഞ്ഞ് അപ്പോൾ സബോള ഒന്ന് ചുവന്ന കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി നന്നായിട്ട് വാടണം, അതുവരെ നമ്മൾ വഴറ്റണം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ആരും മറക്കാതിരിക്കുക. അപ്പോൾ നന്നായിട്ട് തക്കാളി നല്ലോണം വഴറ്റി കൊടുക്കാം. പുളി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് തുടങ്ങിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടികളൊന്ന് ചൂടാണ് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചുകൊണ്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ മീൻ വേവിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാല നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ നമ്മൾ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, മീൻ നന്നാക്കി ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. മീൻ വേവണം ആ നേരങ്ങളിൽ നമുക്ക് കുറച്ച് നാളികേരം ചിരകി അരച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു സിമ്മ് തീ നമുക്ക് ചെറുതാക്കി കൊടുക്കാം, സിമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം ഇട്ടിട്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. ഞാൻ വലിയ ഉള്ളിയാണ് തൽക്കാലം ഇട്ടിരുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം സ്മൂത്താക്കി അരക്കണം കേട്ടോ. നന്നായി അരക്കണേ, ഈ കറിയിൽ ഇങ്ങനെ മുകളിൽ കിടക്കുള്ളൂ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി തുറന്ന് നോക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. തേങ്ങ അരയ്ക്കുന്ന സമയം കൊണ്ട് ചിലപ്പം മീൻ വെന്തിട്ടുണ്ടാകാം. ഓ, മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വേണ്ടോ നമുക്ക് വെന്തോ. അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിക്കാം. ഞാൻ അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ജാറിൽ ഒഴിച്ച് അതിലൊഴിച്ചു നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതൊരു വെള്ള കളറായിട്ട് കിടക്കില്ലേ തേങ്ങ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചതാണെങ്കിൽ ആ തേങ്ങയ്ക്ക് തന്നെ ഒരു മഞ്ഞപ്പാറ് കിട്ടും. നമ്മളാണ് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണില്ല, ഒത്തിരി കട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചെടുക്കണില്ല. കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്, ജീരകത്തിൻ്റെ മണമൊക്കെ വരുന്നേ. കറിയിൽ ഉപ്പ് നോക്കി പാകമില്ല, ഉപ്പ് പാകമാക്കിയിട്ട് കറി തിളപ്പിച്ചെടുക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറി നന്നായി തിളച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണയിൽ വറവിട്ടിട്ടാണ് കറി വെച്ചത്. ഒത്തിരി എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉണക്കമീൻ കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.